4-ാം അധ്യായം, ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 24, അതിൻ്റെ 13 മുതൽ താഴോട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന് പകലത്തെ ആത്മീക ചിന്തയ്ക്കായി ദൈവാത്മാവ് എൻ്റെ പക്കൽ ഏൽപ്പിക്കുവാനിടയായി തീർന്നത്. ആ ഒരു യാത്ര എൻ്റെ ജീവിതത്തിൽ എന്നെ തന്നെ ഒന്ന് വഴിമാറ്റി വിടുവാനിടയായി തീർന്നു. അതിൻ്റെ 1-2 വചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അതിൻ്റെ 13 മുതൽ ചില വചനം താഴോട്ടൊന്ന് വായിച്ച് സഹായിച്ചേ. 13 മുതൽ. ആ ആ ആ ആ ആ ആ ആ മതി. ആ പാസേജിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഗ്രാഹ്യം ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ഭാഗം എടുത്തൊന്ന് വായിച്ചത്. ഇവിടെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഇരുൾ നിറഞ്ഞൊരു സാഹചര്യങ്ങളിൽ ജീവിതത്തിലെല്ലാ സ്വപ്നങ്ങളും നഷ്ടപ്പെട്ട് മുൻപോട്ട് ഇനിയും ഒരു വഴിയില്ല എന്ന് ചിന്തിച്ച് പോകുന്ന സമയത്താണ് ഈ വചനം ഈ വചനത്തിൻ്റെ ആഴത്തിലേക്ക് എന്നെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുവാനിടയായി തീർന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യെരുശലേമിൽ നിന്നും 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക്. 7 നാഴിക ദൂരമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവദാസന്മാരൊക്കെ ഇവിടെ പറഞ്ഞല്ലോ, ഏകദേശം ഇന്നത്തെ സമയം വെച്ച് നോക്കിയാൽ 11 കിലോമീറ്റർ വരും എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഏറെക്കുറെ ധവളക്കോ വരെ വരും. 11 കിലോമീറ്റർ ദൂരത്തിൽ ക്ലെയോഭാവും കൂടെയുള്ള ശിഷ്യനും ഇങ്ങനെ യാത്ര ചെയ്തു പോവുകയാണ്. 2 വിവിധ തർക്കങ്ങളുണ്ട്. ഒന്ന്, ക്ലെയോഭാവും ഭാര്യയുമാണെന്ന് ചില പഠിതാക്കന്മാർ പറയുന്നു. ചില പഠിതാക്കന്മാർ പറയുന്നു യേശുവിൻ്റെ ഒരു ശിഷ്യനും ആ കൂട്ടത്തിലുണ്ടെന്ന് പറയുന്നു. അതൊന്നും ഇന്ന് പകലത്തെ നമ്മുടെ വിഷയമല്ല. ഒരു കാര്യം ഉറപ്പാണ്, തകർന്ന ഒരു യാത്രയാണെന്നുള്ള ഉറപ്പാണ്. കാരണം യെരുശലേമിൽ നിന്നും എമ്മൗസിലേക്ക് പോകുന്നവരുടെ ജീവിതത്തിൽ കർത്താവ് കൂടെ നടന്നാൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് പകൽ പറയാൻ പോകുന്നത്. ഞാൻ എൻ്റെ മെസ്സേജിന് തലക്കെട്ടായിട്ടിട്ടിരിക്കുന്ന ഒരു പേരാ യേശു കൂടെ നടക്കുന്ന ദൈവം. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തേ. കൂടെ നടക്കുന്ന യേശു എന്നുള്ളൊരു ചിന്തയുമായി ബന്ധപ്പെട്ട് ഈ പാസേജിൽ നിന്നൊരു 10 പോയിന്റുകൾ പെട്ടെന്ന് ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് എല്ലാ പോയിന്റിൽ കൂടെ കയറി ഇറങ്ങി ശുശ്രൂഷിപ്പാനുള്ള സമയം മുൻപിലില്ല. അതെനിക്ക് നന്നായി അറിയാമെങ്കിലും എന്നെ വളരെ സ്വാധീനിച്ച 1-2 ദൈവിക ചിന്തകളിലേക്ക് ഇന്ന് പകൽ കയറുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇവിടെ നാം വായിപ്പാനിടയായി തീർന്നു. ശിഷ്യന്മാരെന്നുള്ള ഒരു വേർഡ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഇവിടെ നോക്കണം, പണ്ട് കാലങ്ങളിൽ വിശ്വാസികളെന്നില്ല, പാസ്റ്റർമാരെന്നില്ല, പുരോഹിതന്മാരെന്നൊന്നുമില്ല, എല്ലാവരും ശിഷ്യന്മാരാണ്. നിങ്ങൾ യെരുശലേമിലും യെരിഹോവിലും യഹൂദിലും ശമര്യയിലും പോയി ശിഷ്യന്മാരെ നേടുവീൻ എന്ന് പറയുവാൻ കാരണം ഇന്നാണ് ഈ കാറ്റഗറികളൊക്കെ മാറിയത്. അന്നത്തെ കാലത്ത് എല്ലാ ശിഷ്യന്മാരാ. അങ്ങനെ ഇവരുടെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ, വിശ്വാസികൾ തമ്മിലുള്ളൊരു യാത്ര, ശിഷ്യന്മാർ തമ്മിലുള്ളൊരു യാത്ര, ദൈവകൃപയിൽ പ്രാർത്ഥിക്കുന്നവർ തമ്മിലുള്ളൊരു യാത്ര, ഉപവസിക്കുന്നവർ തമ്മിലുള്ളൊരു യാത്ര. അതും യെരുശലേമിൽ നിന്നും എമ്മൗസിലേക്ക് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓർത്തോണേ, നമ്മുടെ യാത്രയ്ക്കും പല ഉദ്ദേശങ്ങളില്ലേ. നമ്മൾ വീട്ടിൽ നിന്ന് ചില ദീർഘദൂരം യാത്ര ചെയ്ത് നടക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ചെന്നിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങളുമായിട്ട് വേണം അവിടെ ചെയ്യുവാൻ. നമ്മുടെ ഉള്ളിൽ പലവിധമാകുന്ന ചിന്തകളില്ലേ. ഇവിടെ നോക്കണം, എല്ലാവരും തിരുവചന അടിസ്ഥാനത്തിൽ തിരുവചനം പറയുന്നത് ഇങ്ങനെ, ഇവർ 2 പേരും കർത്താവിൻ്റെ മരണശേഷമുള്ളൊരു സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ നാം വായിപ്പാനിടയായി തീർന്നത്. ആ ഭാഗം നിങ്ങളാരും മറന്നു പോകരുത്. അവർ 2 പേര് യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയിൽ 15-ാമത്തെ വാക്യം, സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശുദാനും അടുത്തു വന്നു. ഒന്ന്, നീ കർത്താവ് നിൻ്റെ കൂടെ നടന്നാൽ അവൻ അടുത്തു വരുന്നത് യേശുവാണ്. ഒന്നാമത്തെ ദൈവിക ചിന്ത, അടുത്തു വരുന്ന യേശു.
ഇവിടെ നോക്കണം, പലരും നമ്മൾ അകലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഈ കാലഘട്ടങ്ങൾ നമുക്കറിയാം, ചേർന്ന് നടന്ന ദാസീദാസന്മാരുടെ ജീവിതത്തിൽ അവനോട് ആരൊക്കെ ചേർന്ന് നടന്നിട്ടുണ്ടോ അവരുടെ വിഷയത്തിൽ കർത്താവ് ഇടപെട്ടിട്ടില്ലേ? ഇവിടെ നോക്കണേ, ഇവർ രണ്ടും ഇങ്ങനെ സഞ്ചരിച്ചു പോവുക, വർത്തമാനം പറയുന്നു. പല കാര്യങ്ങളും ഇവിടെ കൺഫ്യൂസ്ഡാ. കാരണം ജീവിതത്തിലെല്ലാം അസ്തമിച്ചൊരു യാത്ര, സകല നന്മകളും സകല പ്രതീക്ഷകളും അസ്തമിച്ചു. അവർ വലുതെന്ന് കണ്ടവർ യേശു മരിച്ചു, ഇനി അവർക്ക് രക്ഷകൻ എന്ന് പറയുവാൻ ആരുമില്ല. ജീവിതത്തിൽ വട്ട സീറോ ആയി മുൻപോട്ട് പോകുന്നവരുടെ ഇടയിലേക്ക് നടന്നെടുത്തു വരുന്ന യേശുവിനെ നമുക്ക് കാണാൻ പറ്റും. ഇത്രയുള്ള ആത്മീക ജീവിതത്തിൽ പ്രാരംഭദൂത ദൈവമക്കളോട് പറയാം, യേശു നിന്റെ കൂടെ നടന്നാൽ അവൻ ചേർന്നിരിക്കുന്നവനാ. ഇവിടെ വായിപ്പാനിടയായി തീർന്നില്ലേ? അവൻ ഇത് സംഭവിച്ചതിനെ കുറിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്തു? യേശു ഒന്ന് പറഞ്ഞു, ഇതന്നെ നിങ്ങൾ, യേശു താനും അടുത്തു ചെന്നു. ഓർത്തോ, അടുത്തു വരണമെങ്കിൽ യേശുവുമായിട്ടൊരു അടുപ്പം ഉണ്ടാകണം കേട്ടോ. യേശുവുമായിട്ട് അടുപ്പമുണ്ടെങ്കിലേ കർത്താവ് നിങ്ങളിലേക്ക് അടുക്കത്തുള്ളൂ. ഇവിടെ നിന്ന് വായിച്ച വേദഭാഗം അത് തന്നെ. ഇന്ന് പകൽ പ്രശ്നങ്ങളിൽ ഭാരങ്ങളിൽ കൂടെ മുൻപോട്ട് പോകുന്ന ദൈവം ഇതിലേ ആത്മീക ജീവിതത്തിൽ എന്തു ചെയ്യുമെന്നോർത്ത് വ്യാകുലതയോടെ ആശങ്കകളോടെ ലക്ഷ്യം തെറ്റിയുള്ള യാത്രയിൽ കൂടെ മുൻപോട്ട് പോകുന്നെങ്കിൽ, ഒന്ന്, യേശു നിന്റെ കൂടെ നടക്കുന്നെങ്കിൽ അവ ചേർന്ന് നടക്കുന്നവനാ കേട്ടോ. ചേർന്ന് നടക്കുന്ന കർത്താവ്, ഒന്നാമത്തെ ദൈവിക ചിന്ത. ചേർന്ന് നടക്കുന്ന യേശു, അവൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിയാൽ അവൻ നിന്റെ ചേർന്ന് നടക്കും. ആരെല്ലാം നിന്നിന്ന് മാറാൻ തുടങ്ങിയാലും, ആരിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ തുടങ്ങിയാലും, ഇന്ന് പകൽ കർത്താവ് പറയുക, ഏതു വിഷയത്തിന് മുൻപിലാ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകുന്നത്? എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഇനി ഞാൻ ഉറപ്പു തരാം, ഞാൻ നിന്റെ കൂടെ നടന്നാൽ ഇന്ന് പകൽ നിന്റെ സംശയത്തെ മാറ്റും. പിടികിട്ടിയോ? ഇവര് പോകുന്നതെന്നറിയാമോ? യേശു മരിച്ചു, അവനെ എവിടെ വെച്ചെന്നറിയത്തില്ല. എന്തു ചെയ്യും? വിശ്വാസിയായി പോയി, സകലതും മാറ്റിയിട്ട് കർത്താവിനെ അറിയാൻ തുടങ്ങി. എന്തു ചെയ്യുമെന്നറിയത്തില്ല. വട്ട സീറോ ആയി നിന്നപ്പോഴാ യെരൂശലേമിൽ ഇവർ നടക്കാൻ തുടങ്ങിയത്. നടന്ന് പോയി 11 കിലോമീറ്ററായിട്ട് ഇവർക്ക് ക്ഷീണമില്ല. കാരണം എന്നാണെന്നറിയാമോ? അവരുടെ രക്ഷകൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അവർ സ്നേഹിച്ച കർത്താവ്, അവരെ നടത്തിയ ദൈവം, തലമുറകളെ മാനിച്ച കർത്താവ്, ജോലിയില്ല എന്ന് പറഞ്ഞപ്പോൾ ജോലി കൊടുത്ത ദൈവം, വീടില്ല എന്ന് പറഞ്ഞപ്പോൾ വീട് തന്ന കർത്താവ്, യേശുവേ നീ പോയോ എന്നോർത്ത് കണ്ണുകൾ നിറഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി ജീവിതത്തിലെ സ്വപ്നങ്ങൾ അസ്തമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികളും വാദിച്ചും തർക്കിച്ചും പോയപ്പോൾ അവരുടെ വേദനകൾ കണ്ട്, അവരുടെ ഭാരങ്ങൾ കണ്ട് അവരോട് ചേർന്ന് നടന്നൊരു കർത്താവ് ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവം ഇതിലോട് പറയാം, നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ ആത്മീക ജീവിതത്തിൽ, നിന്റെ കുടുംബ പശ്ചാത്തലങ്ങളിൽ എല്ലാം വട്ടപൂജ്യമായി എന്ന് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടുള്ള യാത്ര നടുവിൽ യേശുവിൻ്റെ കൂടെ നടന്നാൽ അവൻ നിന്നോട് ചേർന്ന് നടക്കുന്ന കർത്താവാണെന്ന് ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുന്ന ദൈവമൈതലേ, നിന്റെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയുമോ? ചേർന്ന് നടന്നു. അടുത്തു നടക്കുന്നവരുണ്ട്, അവർ പലപ്പോഴും നമ്മളെ അകന്നു മാറും. നമ്മുടെ സന്തോഷങ്ങൾ, നമ്മൾ ഇച്ചിരി കഷ്ടപ്പാട്, അല്പം കടമൊക്കെ കയറി ഇനി രക്ഷയില്ല എന്നൊക്കെ അറിയുമ്പോൾ ഞങ്ങളോടും കടമൊക്കെ ചോദിക്കുമോ എന്നോർത്ത് പലരും നമ്മൾ നകലാറില്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലകളിൽ സ്നേഹത്തിൽ നകലാറില്ലേ? ആരൊക്കെ അകന്നകന്ന് പോയാലും അടുത്ത് ചേർന്ന് നടക്കുന്നൊരു കർത്താവിനെ നാം ആരാധിക്കുന്നത്. ഈ പ്രത്യാശയുടെ ദൂത് ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവർ ഏറ്റെടുത്ത് വേണം മടങ്ങാൻ. അടുത്ത്, അരികെ, അതാ വചനം വായിപ്പാനിടയായി തരുന്നത്. യേശു താനും അടുത്തു ചെന്ന് അവരുടെ കൂടെ നടക്കുകയാണ്. യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. ചേർന്ന് നടക്കണമെങ്കിൽ ഒരു ഇടുക്കം ഫീൽ ചെയ്യും. ചേർന്ന് നടക്കണമെങ്കിൽ സ്വാതന്ത്ര്യം ഉണ്ടാകണം. കാരണം നമ്മൾ ചില പ്രഗത്ഭന്മാരുടെ കൂടെ അല്ലെങ്കിൽ നമ്മൾ അറിയാത്തവരുടെ കൂടെ ഒക്കെ നടക്കുമ്പോൾ അല്പം നമ്മൾ അകലം വിട്ട് അല്ലെങ്കിൽ മാറിപ്പോകും അല്ലേ? കർത്താവ് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി പിടിച്ചു കെട്ടിയപ്പോൾ കൂടെ നടന്ന പത്രോസ് വരെ അകലം വിട്ട് അവനെ പിൻഗമിച്ചേ. അതാ ഈ ഭൂമി, അതാ ലോകത്തിൽ എൻ്റെ കർത്താവിനെ ആരെല്ലാം സ്നേഹിച്ചിട്ടുണ്ടോ, എൻ്റെ പ്രാണനാഥൻ്റെ തകർച്ചയിൽ അവരെല്ലാം അകലം വിട്ടിട്ടുണ്ട്.
എന്നാ നോയിക്കേ, നിന്റെ തകർച്ചയിൽ, നിന്റെ വേദനയിൽ അകലം വിട്ടല്ല, അവൻ നിന്റെ കൂടെ ചേർന്ന് നടക്കുന്ന കർത്താവാ. ഒന്ന്, എൻ്റെ യേശുവിൻ്റെ കൂടെ നീ നടക്കാൻ തുടങ്ങിയാൽ അവൻ നിന്റെ കൂടെ ചേർന്ന് നടക്കുന്നൊരു ദൈവമാണ്. ഒരിക്കൽ മോശയെ പെട്ടിക്കകത്തേക്ക് ഒതുക്കി കീലും പശയുമൊക്കെ തേച്ച് ഞാങ്ങണക്കിടയിൽ കൂടെ ഒഴുക്കി വിട്ടപ്പോൾ ജനിപ്പിച്ച മാതാവും സഹോദരിയും അകലം വിട്ട് ദൂരവേ നിന്ന് നോക്കുകയാ, ഇവൻ എങ്ങോട്ടാ പോകുന്നതെന്നറിയാൻ. ഇതാ ലോകം കേട്ടോ. നൊന്തുപെറ്റ മാതാവേ, അല്ലെങ്കിൽ തലമുറകളുള്ള മാതാപിതാക്കളെ, അല്ലെങ്കിൽ നമ്മളെല്ലാം ദൂരത്തു നിന്ന് നോക്കുന്നവരല്ലേ. അവൻ എന്ത് സംഭവിക്കുന്നു, അവൻ ആരെടുക്കുന്നു, അവൻ എന്ത് സംഭവിക്കുന്നു നോക്കി മിരിയാമും മോശയുടെ മാതാവും ദൂരെ നിന്ന് നോക്കി നിൽക്കുമ്പോൾ ഇന്ന് പകൽ എനിക്കൊരു കാര്യം ഉറപ്പാ, നിന്നെ കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വേദന അവൻ ചേർന്ന് നടക്കുന്ന കർത്താവാ. ഈ മെയ് മാസത്തെ ആദ്യത്തെ ഞായറാഴ്ച ഒറ്റ കാര്യം ദൈവമക്കൾ ഉറച്ചോണം. ആരും നിന്റെ കൂടെ ചേർന്ന് നടന്നില്ലെങ്കിലും, ആരും നിന്നെ അംഗീകരിച്ചില്ലെങ്കിലും, ആരും നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും, ഇന്ന് പകൽ ഓർത്തെ, അവനോട് കൂടെ നടന്നാൽ അവൻ നിന്നോട് ചേർന്ന് നടക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. അതാ നമ്മ വായിപ്പാൻ, ജീവിതത്തിൽ ചേർന്ന് നടക്കാൻ ഒരു നാഥനുണ്ടെങ്കിൽ നിന്റെ കൂരിലിൻ്റെ അവസ്ഥയിൽ, നിന്റെ പ്രശ്നങ്ങളുടെ അവസ്ഥയിൽ, ഘോരമായ പാതകളിൽ നടന്നു പോകാൻ കഴിയാതെ കൈകാലുകൾ വിറയ്ക്കുകയാണ് കേട്ടോ. പാവങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുന്നുണ്ട്. കാരണം എന്നാ? യേശുവില്ല. യേശുവില്ലാതെയുള്ള ജീവിതം ഇരുട്ടാ. ഇവരുടെ കണ്ണിക്കൂടി ഇരുട്ട് കയറി. നടന്ന് ശരീരമെല്ലാം വിയർത്ത് കുളിച്ചു. കൈകൾ വീശിയുള്ള നടപ്പാ. എന്താ? സ്തോത്രം, യേശു മരിച്ചു, ഇനി ആരുമില്ല. ഇന്ന് പകൽ കർത്താവിനെ കണ്ടിറങ്ങിയ ദൈവം ഏതില്ലേ? എൻ്റെ കർത്താവ് നിന്നിൽ നിന്ന് നഷ്ടപ്പെടാൻ അനുവദിക്കരുത്. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇരുണ്ട അനുഭവമാണ്. അങ്ങനെ പോകുന്നവരുടെ ജീവിതത്തിൽ ഒരുപാട് കൺഫ്യൂഷൻ അവർ അകത്തുണ്ട്. പക്ഷേ ഇത് പരസ്പരം അറിയത്തില്ലെങ്കിലും അറിയാവുന്നവൻ ചേർന്ന് നടക്കും. രണ്ടാമത് നമുക്കൊന്ന് ചിന്തിക്കാം. അതിൻ്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. രണ്ടാമത്തെ ചിന്ത ഇതാ ദൈവം എനിക്ക് തന്നു. കൂടെ നടന്നാൽ അറിയാത്ത കാര്യങ്ങളിൽ അവൻ അറിവ് നൽകും. ഒന്ന് വായിച്ചു, ഇനി ഒന്ന് വായിച്ചാ 16-ാമത്തെ വാക്യം. ഓർത്തു നോക്കണേ, എൻ്റെ കർത്താവ് നിന്റെ കൂടെ നടന്നാൽ അറിയാത്ത കാര്യങ്ങളിൽ അവൻ അറിവ് നൽകും. അതാ നമ്മുടെ കർത്താവ്. ഞാൻ സങ്കീർത്തന ഭാഗത്ത് ഒന്ന് എടുത്തോർപ്പിക്കുവാനിടയായി തീർന്നു. എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് വാശി പിടിക്കരുത്. ഇവിടെ ഇതാ ഇവർക്ക് സംഭവിച്ചത്. എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് വാശി പിടി. ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ സമയത്ത് വിട്ടുകൊടുക്കണം, അപ്പോഴേ നടക്കും. ഇവിടെ കണ്ടോ, ഇവരറിയാവുന്ന കാര്യങ്ങളിൽ അറിയാത്ത കാര്യങ്ങളെ ദൈവം അവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നവനുമാ. അറിവുള്ള കാര്യങ്ങളെ അതല്ല എന്ന് പഠിപ്പിക്കുന്നവനുമാ. 16-ാമത്തെ വാക്യത്തിൽ അതാ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം, ഇന്ന് പകൽ ചിലത് നീ മനസ്സിലാക്കണം. വെറുതെ എല്ലാം അറിയിച്ചിട്ട് പോകുന്നൊരു കർത്താവല്ല. ദൈവം നിനക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, ദൈവം ആലോചന തന്നിട്ടുണ്ട്. നിന്റെ കുഞ്ഞുങ്ങൾ എവിടെ പഠിക്കണമെന്ന് നീയാ ചിന്തിക്കുന്നത്, അവർക്ക് എവിടെ അഡ്മിഷൻ എടുക്കണമെന്ന് നീയാ ചിന്തിക്കുന്നത്. ഇതൊന്നും ദൈവത്തിന് അഡ്മിഷൻ എടുക്കുന്നതോ ദൈവത്തിന് അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ഏജൻസികളില്ല. വിവാഹത്തിൻ്റെ കാര്യങ്ങൾ, വീടിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം മുൻപോട്ട് പോകുമ്പോൾ ഒറ്റ കാര്യങ്ങൾ ദൈവമക്കൾ ചിന്തിച്ചു. കർത്താവേ, നിന്റെ ഹിതമാണെങ്കിൽ ഇതെൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ, നിന്റെ ആലോചനയാണെങ്കിൽ ഇതെൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമേ എന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ഇവിടെ കണ്ടോ, 16-ാമത്തെ വാക്യം അങ്ങനെ വായിപ്പാനിടയായി തീർന്നത്. അവനെ അറിയാത്ത വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചു. അതിനാശയം ഇത്രയേ ഉള്ളൂ, അറിയാത്ത കാര്യങ്ങളിൽ അറിവ് കൊടുക്കുന്ന കർത്താവ് എന്ന് പറഞ്ഞാൽ കൂടെ നടക്കുന്നത് ആരാണെന്നുള്ളത് ഇപ്പം ഇവന്മാരറിയണ്ട. അതിനെന്ത് ചെയ്യുന്നറിയാമോ? ആദ്യം കണ്ണിനെ അങ്ങ് നിരോധിച്ചു. ദൂത് മനസ്സിലാക്കിക്കോണം. എപ്പോഴും എല്ലാ കാര്യങ്ങളും അറ്റ് പ്രസൻറ്റ് ടൈമിൽ കർത്താവ് കൊണ്ട് മുമ്പിൽ നിർത്തത്തില്ല. ദൈവിക ദൂത് ഏറ്റെടുത്തോ. എപ്പോഴും പ്രസൻറ്റ് ടൈമിൽ ദൈവം കൊണ്ട് നിർത്തും. ചില മേഖലകളിൽ അവൻ നിൻ്റെ കണ്ണ് നിരോധിക്കും. എന്തിനാണെന്നറിയാമോ? നീ അറിയുന്ന മേഖലകളിൽ അറിയുന്നിടം വരെയും ദൈവം അറിയാവുന്ന കാര്യങ്ങളെ മൂടി വെക്കും. ഇവിടെ അതാണ് വായിപ്പാനിടയായി തീർന്നത്. വെറുതെ എല്ലാം അറിയിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഒരുപോലെ മുൻപോട്ട് പോകണമെന്നൊക്കെ നാം ആഗ്രഹിക്കുമ്പോൾ കർത്താവ് പറയുക, ചിലത് ഞാൻ നിൻ്റെ മുൻപിൽ മൂടി വെക്കും. കണ്ണ് നിരോധിച്ചു കേട്ടോ, കണ്ണ് നിരോധിച്ചു.
അവനെ അറിയാത്തവണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചു. എന്ന് പറഞ്ഞാൽ യേശു ആരാണെന്ന് ഇവർക്കറിയാം, യേശു എങ്ങനെയുള്ളവനാണെന്ന് ഇവനക്കറിയാം. പക്ഷെ അറിവിനെ ദൈവം മൂടി, കണ്ണ് നിരോധിച്ചു, കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഓർത്തോ, അവിടെ ഹൃദയം പെടയുന്നത് എൻ്റെ കർത്താവിന് കാണാം. നിന്റെ ഹൃദയം വേദനിക്കുന്നത് എൻ്റെ ദൈവത്തിന് കാണാം. നീ ഭാരപ്പെടുന്നത് എൻ്റെ കർത്താവിന് അറിയാം. എന്നാൽ എൻ്റെ ദൈവത്തിനൊരു സമയമുണ്ട്, അതുവരെയും നിന്നിൽ നിന്ന് എൻ്റെ കർത്താവ് അത് മൂടി വെക്കും. പിടികിട്ടിയോ? കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്തേ. അവനറിയാതെ വണ്ണം അവൻ്റെ കണ്ണുകൾ കർത്താവ് മൂടുവാനിടയായി തീർന്നു. മൂടി നിരോധിക്കുവാനിടയായി തീർന്നു. ഇതൊക്കെ സംസാരിച്ചുകൊണ്ട് അവർ പോവുകയാണ്. വീണ്ടും വീണ്ടും അവരുടെ സംസാരം നിൽക്കുന്നില്ല കേട്ടോ. അതിൻ്റെ അടുത്ത 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 17-ാമത്തെ വാക്യം. കണ്ടോ, എൻ്റെ കർത്താവിനോട് നീ ചേർന്ന് നടന്നാൽ, രണ്ടാമതായി ദൈവം പറഞ്ഞിരിക്കുന്ന നിന്റെ പ്രശ്നത്തിൽ അവൻ കയറി ഇടപെടും. വായിച്ചേ ഈ കാര്യം എന്താ? നീ ദൈവത്തോട് ചേർന്ന് നടന്നാൽ നിന്റെ പ്രശ്നത്തിൽ അവൻ കയറി ഇടപെടും. സംസാരിക്കുന്നത് എന്നാന്ന് അറിയത്തില്ല കർത്താവിന്, ഇല്ലേ? യേശുവിനെ കുറിച്ച് സംസാരിക്കുന്ന നല്ല ബോധ്യമുണ്ട്. എന്നിട്ടും ഇവരുടെ പ്രശ്നങ്ങളിൽ കർത്താവ് കയറി ഇടപെടാൻ കാരണം എന്നാ? ഇവർ കൂടെ നടക്കുന്ന ദൈവമക്കളാണെന്ന് എൻ്റെ യേശുവിന് നന്നായിട്ട് അറിയാം. ഇന്ന് പകൽ ഓർത്തോ, നിന്റെ പ്രശ്നങ്ങളിൽ, നിന്റെ പ്രതികൂലങ്ങളിൽ, അല്ലെങ്കിൽ നിന്റെ താൽക്കാലികമാകുന്ന നിന്റെ അനുഭവങ്ങളിൽ, നിന്റെ വാദങ്ങളിൽ, നിന്റെ തർക്കങ്ങളിൽ, നിന്റെ ടെൻഷനുകളിൽ, നിന്റെ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ നമ്മളോട് പോലും ചോദിക്കാതെ നമ്മുടെ പ്രശ്നത്തിൽ കയറി കർത്താവ് ഇടപെടണമെങ്കിൽ അവൻ്റെ കൂടെ നടക്കാൻ തുടങ്ങണം. ചുമ്മാ പറ്റത്തില്ല. ഇതൊന്നും ചുമ്മാ ഒന്നും ഉപസിച്ചൊന്നും കാര്യമില്ല കേട്ടോ. വെറുതെ 10-20 ദിവസം ഒന്നും ഉപസിച്ചൊന്നും കാര്യമില്ല. കൂടെ നടക്കാൻ തുടങ്ങിയാൽ മതി, അവൻ പ്രശ്നത്തിൽ കയറി ഇടപെടും. അവൻ പ്രശ്നത്തിൽ ഇടപെടണമെങ്കിൽ കൂടെ നടക്കാൻ തയ്യാറാണ്. ഓർത്തോ, 11 കിലോമീറ്ററായിട്ട് കർത്താവിൻ്റെ കൂടെ നടക്കുക. അത് എങ്ങനെ നടക്കുന്നേ? ചേർന്ന് കൂടെ നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇവരുടെ അറിവിനെ കർത്താവ് കെട്ടി. കർത്താവ് കൂടെ നടന്ന നിന്റെ അറിവൊന്നും അല്ലെന്ന് കർത്താവ് സമ്മതിച്ചോണം. കൂടെ നടന്നാൽ നമ്മുടെ അറിവൊന്നും അല്ലെന്ന് സമ്മതിക്കണം. 2, കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ അവരുടെ പ്രശ്നങ്ങളിൽ കർത്താവ് കയറി ഇടപെട്ടു. നിന്റെ കേസ് പരമായ വിഷയങ്ങളിൽ, നിന്റെ രോഗാനുഭവങ്ങളിൽ, നിന്റെ കുടുംബജീവിതത്തിലെ പ്രതിസന്ധികളിൽ, നിന്റെ ശുശ്രൂഷ മേഖലകളിൽ ഉണ്ടാകുന്ന പരാജയങ്ങളിൽ, നിന്റെ ആത്മീക ജീവിതത്തിലെ വീഴ്ചകളിൽ എൻ്റെ കർത്താവ് ഇടപെടും. അവൻ ഇടപെടണമെങ്കിൽ അവൻ്റെ കൂടെ ചേർന്ന് നടക്കണം കേട്ടോ. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തേ. നീ ഏത് രോഗമാണെന്നും ഏത് ക്ഷീണമാണെന്നും ഏത് പ്രശ്നമാണെന്നും എൻ്റെ കർത്താവിന് നന്നായിട്ട് അറിയാം. ഇന്നത്തെ കാലത്ത് രക്തം കൊണ്ട് കൊടുത്താൽ ശരീരത്തെ രോഗങ്ങൾ കണ്ടുപിടിക്കാം, കോശങ്ങളുടെ അളവുകൾ കണ്ടുപിടിക്കാം, അണുക്കളുടെ രീതികൾ കണ്ടുപിടിക്കാം. എന്നാൽ ഇവരുടെ ഹൃദയത്തിനകത്തൂടെ കടന്നു പോകുന്ന നിരാശയെ കണ്ടുപിടിക്കാൻ ചേർന്ന് നടന്നാലേ പറ്റൂ. പിടികിട്ടിയോ? കരങ്ങളെടുത്ത് സ്തോത്രം ചെയ്തേ. നിങ്ങൾ ദൂത് മനസ്സിലാക്കി കയറി വരണേ. എന്നെ കർത്താവ് പഠിപ്പിച്ച ചില ദൈവിക ചിന്തകളിലേക്ക് ഞാൻ കയറുന്നത്. 3-ാമത് കൂടെ നടന്നാൽ സംഭവിക്കുന്ന കാര്യം. 17-ാമത്തെ വാക്യം. കൂടെ നടന്നാൽ നിന്റെ വാടിയ മുഖം അവന് കാണാം. അടുത്തിരിക്കുന്ന വിശ്വാസിക്ക് കാണാൻ പറ്റുന്നുണ്ടോ നിന്റെ വാടിയ മുഖം? ഞാനിവിടെ ശക്തമായി പ്രസംഗിക്കുകയല്ലേ. എൻ്റെ ഉള്ളിലെ വാടിയ അനുഭവം, എൻ്റെ ഹൃദയത്തിലെ മുറിവേറ്റ ഹൃദയത്തിൻ്റെ വേദന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സഹോദരിമാരെ, ഇവിടെ നിന്ന് പാടി, അഗ്നി നിന്നെ ദഹിപ്പിച്ച്, സിജോബായി പാടി, അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, നദി നിന്നെ കവിയുകയില്ല, അഗ്നിയിൽ 4-ാമനായി ഇറങ്ങി വരുന്ന ദൈവം ശക്തമായി പാടിയെങ്കിലും ഉള്ളിലെ വേദന ഇവിടെ ഇരിക്കുന്നവർ കാണാൻ പറ്റിയോ? കൈയടിച്ച് നിങ്ങൾ ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തി. നിന്റെ വാടിയ മുഖം അടുത്ത കസേരയിലിരിക്കുന്നവർ കാണാൻ പറ്റിയോ? അടുത്തിരിക്കുന്ന കുഞ്ഞിന് കാണാൻ പറ്റിയോ? എന്നാൽ കൂടെ നടന്നാൽ നിന്റെ വാടിയ അനുഭവത്തെ കാണാൻ പറ്റുന്ന കർത്താവ്.
ഇന്ന് പകൽ ഇതിന് ആരാധന പങ്കെടുക്കുക ദൈവം ഇതിലോട് ചോദിക്കാം, നീ ഏത് വിഷയത്തിൽ മേലെ വാടിയിരിക്കുന്നത്, ഏത് വിഷയത്തിൽ മേലെ തളർന്നിരിക്കുന്നത്, ഏത് വിഷയത്തിൽ മേലെ ക്ഷീണിതരായിരിക്കുന്നത്, ഏത് വിഷയത്തിൽ മേലാണ് പ്രയാസപ്പെട്ടിരിക്കുന്നത്? നിന്റെ അടുത്തിരിക്കുന്നവന് നിന്റെ മനസ്സിന്റെ വേദന അറിയത്തില്ല, നിന്റെ അടുത്തിരിക്കുന്നവന് നിന്റെ ഹൃദയത്തിലെ പിടയുന്ന അനുഭവം അറിയത്തില്ല. എന്ന കർത്താവ് പറയുക, എൻ്റെ കൂടെ നിങ്ങൾ ചേർന്ന് നടന്നതുകൊണ്ട് നിന്റെ മുഖം വാടുന്നത് എനിക്കറിയാം. അങ്ങനല്ലേ വായിപ്പാനിടയായി തീർന്നത്? ഒന്നുകൂടെ വായിച്ച കുഞ്ഞമ്പായി 17-ാമത്തെ വാക്യം. യോഹന്നാന്റെ വാടിയ മുഖം കർത്താവ് കണ്ടു. ടെൻഷൻ കയറി നിൽക്കുക. പത്രോസിന്റെ പിടയുന്ന ഹൃദയം കർത്താവ് കണ്ടു. യൂദ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി കിടന്ന് വെപ്രാളം കാണിക്കുന്നത് കർത്താവ് കണ്ടു. ഇതൊന്നും അടുത്ത ശിഷ്യന്മാരൊന്നും കണ്ടതല്ല. പടക് ശൂന്യമായത് കർത്താവ് കണ്ടു. കരമടയ്ക്കാൻ കാശില്ലാതിരുന്ന കർത്താവ് കണ്ടു. ഇത്രയേ ഉള്ളൂ. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ വാടിയ അവസ്ഥ കാണാൻ കർത്താവിനെ പറ്റൂ. പിടികിട്ടിയോ? ഇന്നിവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും ഒത്തിരി വാടിയ അനുഭവങ്ങളുണ്ട്. അവരവർക്ക് അവരുടേതായ പ്രശ്നങ്ങളാണ്. എനിക്ക് എൻ്റേതായ പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രശ്നങ്ങൾ. എന്നാൽ ഓർത്തോ, യേശുവിനറിയാം നമ്മുടെ വാടിയ അനുഭവം. യൂദ ഒറ്റിക്കൊടുക്കുമെന്ന് കർത്താവിന് നന്നായിട്ടറിയാം. ആ യൂദയുടെ അകം എൻ്റെ യേശു കണ്ടു. അവൻ കിടന്നു വെപ്രാളപ്പെടുന്നത് കണ്ടു. ഞാൻ പലപ്പോഴും ഓർപ്പിക്കുന്നത് പോലെ, ആരെല്ലാം മെട്രോയിൽ ഇങ്ങനെ കയറുമ്പം അവരുടെ തൊട്ട് പുറകിൽ കൂടി ഇടിച്ച് അകത്തോട്ട് കയറിയെന്ന് വെച്ചോ, പതിപ്പിക്കാതെ സ്കാൻ ചെയ്യാതെ കയറിയാൽ ചെന്ന് ഇറങ്ങുന്നിടം വരെ നമുക്ക് എന്നാ ടെൻഷനാ. കഴിഞ്ഞ ഞാനും ക്ലാഡും കണ്ടു പോകുമായിരുന്നു. ഞങ്ങൾ കൂടെ ലിയോനെ കൂടി ഇടിച്ചാൽ കയറ്റി അകത്തോട്ട്. തമ്പൂര് ലാഭിക്കാവുന്ന ചെയ്തത്. ഞാൻ കയറിയ പുറകെ വയറുകൊണ്ടിരുന്നുള്ളു. കൊച്ചെന്ത് ചെയ്യുന്നറിയാമോ? പക്ഷെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കായി, പകുതി വെളിയിലും പകുതി അകത്തുമായി പാളി. ഞാൻ പറഞ്ഞു, ആദ്യം പതിപ്പിച്ചത് കിട്ടിയില്ല, രണ്ടാമത് ഇറങ്ങി വീണ്ടും പതിപ്പിച്ചു. പാസ്റ്റർ വിദഗ്ധനാണല്ലോ ചിന്തിക്കണം. നിങ്ങളെല്ലാം ഇടിച്ചു കയറിയതുണ്ട്. അപ്പം ഞാൻ പറയാൻ കാരണം, അങ്ങനെ സംഭവിച്ചില്ല, ഞാൻ പറഞ്ഞത് രസകരമായി പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറയാൻ കാരണം, ആ അവസ്ഥകളിൽ കൂടെ ഒക്കെ നാം കടന്നു നമ്മളെ അറിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ഇവിടെ കണ്ടോ, ഇവരുടെ വിശ്വാസ ജീവിതത്തിൽ ഉള്ളറിയുന്ന ഒരു കർത്താവ്. ക്ലയോപാവേ, നിന്റെ വാടിയ മുഖം എനിക്കറിയാം. അത് നിനക്കെങ്ങനെ അറിയാം? ഒരു കാര്യം നീ ഓർത്തോ, നിന്റെ കൂടല്ലേ ഞാൻ ചേർന്ന് നടക്കുന്നേ. നിന്റെ കുടുംബ ജീവിതത്തിൽ, നിന്റെ കോട്ടേജ് മീറ്റിങ്ങുകളിൽ, കുടുംബ പ്രാർത്ഥനകളിൽ, ജോലി ചെയ്യുന്ന ഓഫീസുകളിൽ, ക്യാബിനുകളിൽ, ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങളറിയാതെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കർത്താവ് ഉണ്ടെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമേ, കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. നാം കേൾക്കുവാനിടയായി തീർന്നു. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ വാടിയ മുഖം അറിയുന്ന കർത്താവ്. അപ്പനും അമ്മയൊക്കെ ഫോണിൽ കൂടെ വിളിക്കുമ്പോൾ നമ്മുടെ ശബ്ദമേ അവർ കേൾക്കാൻ പറ്റുന്നുള്ളൂ, അല്ലേ? പക്ഷെ നമ്മുടെ ഹൃദയം, നമ്മുടെ തൊണ്ട ഇടറുന്നത് അറിയുന്നൊരു കർത്താവ്. വാടിയ മുഖം, എനിക്ക് വേർഡ് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അവരുടെ വാടിയ മുഖം. അതാ നമ്മൾ മൂന്നാമതായി ചിന്തിപ്പാനിടയായത്. നാലാമത് 19-ാമത്തെ വാക്യം വായിച്ചേ. 19. ഏതെന്ന് അവർ അവനോട് ചോദിച്ചു. ഉദാഹരണം ഇതാണ്, അതിൻ്റെ ആശയം ഇതാണ്: യേശുവിൻ്റെ കൂടെ നടന്നാൽ നിനക്ക് പറയാനുള്ളത് മുഴുവൻ അവൻ കേൾക്കാൻ തയ്യാറാണ്. വായിച്ചു, ഇനി വായിച്ചു വായിച്ചു. കണ്ടോ, പിടി കിട്ടിയോ? യേശു കൂടെ നടക്കാൻ തയ്യാറായാൽ നിനക്ക് പറയാനുള്ളത് മുഴുവൻ അവൻ കേൾക്കും. ഈ കാലത്ത് അതാ പറ്റാത്തത്. ഇപ്പം ഈ ഒരു സാമൂഹ്യം കൂടെ വന്നതുകൊണ്ട് വീട്ടിൽ പോലും സംസാരിക്കാൻ സമയമില്ല. കഴിഞ്ഞ ദിവസം അടവരനോട്, ഈ പപ്പായ്ക്ക് ഞാൻ പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലേ? കുഞ്ഞുങ്ങളെ, നമുക്കിത് കേൾക്കാൻ ഈ കാലത്ത് സമയമില്ല. പക്ഷേ ഇവർ പറയുന്നത് മൊത്തം കേൾക്കാൻ കർത്താവ് നിന്ന് കൊടുക്കാൻ കാരണം എന്നാണെന്നറിയാമോ? കൂടെ നടക്കുന്നവൻ്റെ ഗുണമാണ്. ഭാര്യ ഭർത്താക്കന്മാരോട് ചോദിക്കട്ടെ, കുടുംബജീവൻ നയിക്കുന്നവരോട് ചോദിക്കട്ടെ,
കഴിഞ്ഞ രാത്രിയും കഴിഞ്ഞ പകലുമൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ ചിന്തിക്കുവാനിടയായിട്ട് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് സംസാരിക്കണമെന്നും കുഞ്ഞുങ്ങളുടെ കൂടെ അല്പസമയം ചിലവിടണമെന്നും അവരുടെ കൂടെ ഒക്കെ സന്തോഷിക്കണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ സമയമില്ല. പക്ഷെ കർത്താവ് ചോദിക്കുക, ഏത്, എന്ത്, ആരെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നേ? അത്രയും ചോദിച്ചിട്ട് കർത്താവ് നിന്നു കൊടുത്തു. പറയാനുള്ളത് മുഴുവൻ കേൾക്കുന്ന ഒരു കർത്താവ്. വാടിയ മുഖത്തോടാണെങ്കിലും തകർന്ന ഹൃദയത്തോടാണെങ്കിലും ദൈവസന്നി വന്നിരിക്കുക. ദൈവവേദലേ, നിന്നെ കേൾക്കാൻ എൻ്റെ കർത്താവ് കഴിവുള്ളവനാ. ഈ കാലത്ത് നീ പറയുന്നത് കേൾക്കാനോ ആവശ്യങ്ങൾ ഇറങ്ങി വന്ന് സഹായിക്കാനോ നിന്റെ കൂടെ ആരും ഇല്ലാതിരിക്കുമ്പോൾ, ഇവിടെ തകർന്നുള്ള ഇവരുടെ യാത്രയിൽ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഇവരുടെ യാത്രയിൽ എൻ്റെ കർത്താവ് കൂടെ നടന്നിട്ട് പറയുക, കുഞ്ഞേ നീ ഒന്ന് പറഞ്ഞേ, എന്താ നിങ്ങൾ സംസാരിക്കുന്നത്? ഇന്ന് പകൽ നിന്റെ കരയുന്ന വിഷയം, പ്രാർത്ഥിക്കുന്ന വിഷയം കേൾക്കാൻ കഴിവുള്ള ദൈവം ഇന്ന് പകൽ കൂടെയുണ്ട്. നിന്റെ ഭർത്താവിനോ നിന്റെ ഭാര്യയ്ക്കോ നിന്റെ മക്കൾക്കോ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ, പറയാൻ സമയമില്ലാതെ, കേൾക്കാൻ സമയമില്ലാതെ, ജോലികളുടെ തിരക്കുകൾ കൊണ്ട് ഓടിത്തീർക്കുമ്പോൾ ഇന്ന് പകൽ ഓർത്തോ, നിന്നെ കേൾക്കാൻ ഒരു കർത്താവ് ഇന്ന് പകൽ ഇതിന് നടുവിലുണ്ട്. അതാണ് നമുക്ക് നാലാമതായി ചിന്തിക്കുവാനുള്ളത്. അഞ്ചാമതായി നമുക്കതിന് 25-ാമത്തെ വാക്യം വായിച്ച് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. 25. അഞ്ചാമത്, കർത്താവിൻ്റെ കൂടെ നടന്നാൽ അവൻ നിന്റെ തെറ്റു തിരുത്തും. പിടി കിട്ടിയോ? ഇനി വായിച്ചാ കണ്ടോ? വിളിക്കുന്നത് എന്തുവാ? മന്ദബുദ്ധികളെ. പ്രവാചകന്മാര് പറയുന്നതെല്ലാം കർത്താവിൻ്റെ കൂടെ നടന്നാൽ അവൻ നിന്റെ തെറ്റ് തിരുത്തും എന്ന് പറഞ്ഞാൽ, ഉള്ളി കൊണ്ട് നടക്കുന്ന ഒന്നും അല്ല ശരിയെന്ന് കർത്താവ് പഠിപ്പിക്കും. അവിടെ ഞാൻ നിൽക്കുന്നില്ല. ഈ കാലത്ത് തെറ്റ് തിരുത്തി കൊടുക്കുന്നവനെ ആർക്കും ഇഷ്ടമല്ല. ഉപദേശം കൊടുക്കുന്നവനെ ആർക്കും ഇഷ്ടമല്ല. എൻ്റെ കർത്താവുണ്ടല്ലോ, ചേർന്ന് നടന്നാൽ പ്രായമോ കുടുംബമോ മഹത്വമോ ഒന്നും നോക്കത്തില്ല. ആദ്യം അവൻ നിൻ്റെ തെറ്റ് തിരുത്തും. ആ തെറ്റ് തിരുത്തുമ്പോൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ നിൻ്റെ യാത്രയ്ക്കൊരു ലക്ഷ്യമുണ്ട്. അവിടെ ഞാൻ നിൽക്കുന്നില്ല. എൻ്റെ ആറാമത്തെ ചിന്തയിലേക്ക് വരാം. 27-ാമത്തെ വാക്യം. യേശു നിന്റെ കൂടെ നടന്നാൽ ശരി പറഞ്ഞു തരും. ആദ്യം തെറ്റ് തിരുത്തും, തെറ്റ് തിരുത്തിയതിന് ശേഷം ശരി പറഞ്ഞു കൊടുക്കും. അതല്ലേ നാം ഇവിടെ വായിപ്പാനിടയായി തീർന്നത്? ശരിയായി പോകണം, ആരാധനയ്ക്കൊക്കെ വരണം, സമയത്തൊക്കെ വരണം, ഭവനത്തിൽ പ്രാർത്ഥനയൊക്കെ വേണം. ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പറയുന്നവനെ എവിടെങ്കിലും ഇട്ട് ഒതുക്കാൻ ശ്രമിക്കും. അതാ ഈ ലോകം. പക്ഷെ എൻ്റെ കർത്താവ് പറയുന്ന കണ്ടോ? മോശ മുഖാന്തരം 27-ാമത്തെ വാക്യമല്ലേ വായിച്ചേ? മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് എന്ത് ചെയ്തു? പഠിപ്പിച്ചു കൊടുത്തു. എൻ്റെ കർത്താവിൻ്റെ കൂടെ നടന്നാൽ ഹല്ലേലൂയ, എൻ്റെ കർത്താവ് ശരി പറഞ്ഞു തരുന്നവനാ. ശരി പറഞ്ഞു തരുന്ന കർത്താവ്. ഇതൊക്കെ കൂടെ നടക്കണം. അല്ല നമ്മൾ ചെയ്യുന്ന ശരി എന്ന് പറഞ്ഞുകൊണ്ട് പോകരുത്. നമ്മൾ പഠിച്ചതാ ശരി. നമ്മുടെ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, ബിബ്ലിക്കലായിട്ട് ഒരുപാട് പഠിച്ച് അങ്ങ് മോളിൽ കയറി. ഇപ്പം പുള്ളി പറയുന്ന ഇതാ, പഴയ നിയമത്തിലേ ഉള്ളായിരുന്നു പരിശുദ്ധാത്മാവ്, പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവില്ല. ശരി പഠിച്ച് പോയി അവസാനം പുള്ളി വീണു. ഒരുപാട് പഠിച്ച് കയറിപ്പോയതാ. ഇപ്പം ശരി തെറ്റെന്നും തെറ്റ് ശരിയെന്നും പറയുന്ന ആ സ്വഭാവത്തിലേക്ക് വന്നു. ഇവിടെ ഞാൻ ദൈവമക്കളോട് പറയും, യേശു ക്രിസ്തു കൂടെ നടന്നാൽ നിനക്ക് ശരി പറഞ്ഞു തരുന്ന കർത്താവാണ്. സ്തോത്രം. അവൻ്റെ സന്നദ്ധിയിലിരുന്ന് പഠിക്കണം കേട്ടോ. ദൈവത്തോട് ആലോചന ചോദിച്ചു പഠിക്കണം. ദൈവസന്നി വായിച്ചു പഠിക്കണം. ദൈവസന്നി കേട്ടു പഠിക്കണം. ദൈവസന്നി ഉപദേശം കൈക്കൊണ്ട് പഠിക്കണം. അറിയാമെന്നുള്ള ചിന്തയല്ല, എനിക്ക് പഠിക്കണം, എനിക്ക് ശരി പറഞ്ഞു തരുന്ന കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കണം. 7-ാമത്തെ പോയിന്റ്, 28-ാമത്തെ വാക്യം 28. ഇവിടെ കണ്ട യേശു നിന്റെ കൂടെ നടന്നാൽ ചില സമയത്ത് അവൻ നമ്മെ വിട്ടോ എന്നൊരു തോന്നൽ ജീവിതത്തിൽ വരാറുണ്ട് അല്ലേ? അപ്പൊ കൂടെ നടക്കുന്നു എന്ന് തോന്നുന്നെങ്കിലും ചില സമയത്ത്
ഇവിടെ കണ്ടോ, യേശു അവരുടെ കൂടെ നടക്കുന്നുണ്ട്. ഗ്രാമത്തോടടുത്തപ്പോൾ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു, വിട്ടതായിട്ട് ഭാവം കാണിച്ചു. പക്ഷേ അതെന്തിനാണെന്ന് അറിയാമോ? അടുത്ത വചനം വായിച്ചേ. നീ വിളിക്കാൻ വേണ്ടിയാ പലപ്പോഴും കർത്താവ് നിന്നിൽ നിന്ന് അകന്ന് നിൽക്കുന്നത്. എന്നെ ആ ഭാഗം ഒത്തിരി ചിന്തിപ്പിക്കുവാനുണ്ട്. നീ എൻ്റെ കർത്താവിനെ പുറകിൽ നിന്നൊന്ന് വിളിക്കാൻ കൊതിച്ച്, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ കുടുംബത്തോട് ക്ഷമിക്കണമേ, എൻ്റെ പ്രിയപ്പെട്ടവരോട് ക്ഷമിക്കണമേ എന്ന് നിൻ്റെ നാവിൽ നിന്ന് ഒരു തുള്ളി വേട് വെളിയിൽ വരാൻ എൻ്റെ കർത്താവ് മാറുന്നത് പോലൊരു ഭാവം കാണിച്ചതേ ഉള്ളൂ, നിന്നെ മറന്നതല്ല. ദൈവത്തിനെ നിന്നെ മറന്നതല്ല, അവൻ മറന്നു എന്നൊരു ഭാവം കാണിച്ചു. ഇത്രയേ ഉള്ളൂ. നീ കർത്താവിൻ്റെ കൂടെ നടന്നാൽ ചില സമയത്ത് അവൻ മാറുന്നു എന്ന് തോന്നും, പക്ഷെ മാറുന്നതല്ല, നീ പുറകിൽ നിന്ന് വിളിക്കാനാ. നമ്മൾ എങ്ങോട്ടെല്ലാം ഇറങ്ങി തിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് പുറകിൽ നിന്നാലും വിളിച്ചാൽ നമ്മൾ പറയുന്നത് എന്നാ, നല്ലൊരു വഴിക്ക് ഇറങ്ങാൻ നേരം നീ പുറകിൽ നിന്ന് വിളിക്കുന്നത് ചോദിക്കത്തില്ല. എൻ്റെ കർത്താവ് ആ വിളി ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഒരു പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ, കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ദൈവ പൈതൽ, പുറകിൽ നിന്ന് ഒറ്റ വിളിയാ. അതാണ് അതിൻ്റെ അടുത്ത വചനം വായിപ്പാനായിട്ട് തീർന്നത്. അവരോ 29 കണ്ടോണേ, ഈ വിളി ഒന്ന് കേൾക്കാൻ വേണ്ടി പുറകിൽ നിന്ന് വിളി, എന്നെ ഒന്ന് വിളിക്കാവോ, എന്നെ ഒന്ന് വിളിക്കാമോ, ഞാൻ പോവാ എന്നൊരു ആക്ഷൻ കാണിച്ചപ്പം എന്നാ പോട്ട്, ഇനി അടുത്ത ഞായറാഴ്ച കണ്ടാൽ മതിയല്ലോ നല്ലവർ ചിന്തിച്ച്. ദൈവമക്കളെ, ഉടനെ ഒറ്റ വിളി, കർത്താവേ ഞങ്ങളെ വിട്ടുപോകരുത്, ഞങ്ങളുടെ കൂടെ ഇതുവരെ വന്നില്ലേ, ഇത്രയും വർഷം കൂടെ നടത്തിയില്ലേ, ഞങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നിടം വരെയും ഞങ്ങളെ വിട്ടുപോകരുത്. 30-ാമത്തെ വാക്യം, അടുത്ത ചിന്ത, 9-ാമത്തെ പോയിന്റ്, 30-ാമത്തെ വാക്യം. കൂടെ നടന്നാൽ അവൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കും. ഇന്ന് പകൽ അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ദൈവസഭയിൽ 7 ദിവസം ഉപവാസം വെക്കുമ്പോൾ ലീവ് എടുത്ത് 7 ദിവസം വന്ന് ഇവിടെ ഇരിക്കണമെന്ന് വലിയ ഒന്നുമില്ല. നിനക്ക് അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ കൂടെ നടന്നോണം. അതാ 30-ാമത്തെ വാക്യം വായിച്ച് ഒരു പ്രാവശ്യം കൂടെ കരങ്ങൾ ഉയർത്തി എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തേ. ഇനി 30-ാമത്തെ വാക്യം വായിച്ചേ. കലത്തിലെ മാവ് കുറയുകയില്ല, ഭരണിയിലെ എണ്ണ തീർന്നു പോകത്തില്ല. നിനക്ക് വേണ്ടതെല്ലാം തരാൻ എൻ്റെ കർത്താവ് അനുഗ്രഹിക്കുന്നവനാണെന്ന് ഞാൻ പ്രോസ്പറായിട്ട് ഇവിടെ നിന്ന് പറയുവാൻ കാരണം എന്നാ? കൂടെ നടക്കുന്നവർക്ക് അവൻ അനുഗ്രഹം തന്നെയാ. അനുഗ്രഹത്തെ കുറിച്ചല്ല ഞാൻ പ്രസംഗിക്കുന്നത്. കൂടെ നടന്നാൽ അനുഗ്രഹം ഉറപ്പാ. കണ്ടോ, ഈ കൂടെ അങ്ങോട്ട് നടന്നതുമല്ല, അവനെ അനുഗ്രഹിച്ചു. തളർന്ന ജീവിതത്തിൽ, സങ്കുചിതമായ ജീവിതത്തിൽ, മുഖം വാടിയ ജീവിതത്തിൽ, ഒറ്റപ്പെട്ട ജീവിതത്തിൽ എൻ്റെ കർത്താവ് അവരെ അനുഗ്രഹിച്ചു. അവസാന ചിന്ത പറഞ്ഞ് ആശീർവാദം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിന് 31-ാമത്തെ വാക്യം 31. കൂടെ നടന്നാൽ എന്താ? നിന്റെ കണ്ണ് തുറക്കും. എൻ്റെ കർത്താവ് കൂടെ നടന്നതിൻ്റെ എൻഡിതാ. ഈ എൻഡിലെത്താൻ വേണ്ടിയാണ് നിൻ്റെ കൂടെ നടക്കുന്നത് കേട്ടോ. ചില മേഖലകളിൽ കണ്ണ് തുറക്കാൻ വയ്യ. കാരണം എന്നാ? അന്ധത പിടിച്ച് ആരാധിക്കാൻ വയ്യ, പ്രാർത്ഥിക്കാൻ വയ്യ, കൊടുക്കാൻ വയ്യ, ദൈവദാസന്മാരെ മാനിക്കാൻ വയ്യ. ഇതുവരെ മറച്ചത്, ഇതുവരെ നിന്നെ ഒളിപ്പിച്ചു വെച്ചത് നിന്നെ കാണിപ്പാൻ, നിന്റെ കണ്ണ് തുറക്കാനാ ഈ 11 കിലോമീറ്റർ അവൻ കൂടെ നടന്നേ. കർത്താവിന് വേറെ പണിയില്ലേ? വേറെ ആരുമില്ലേ? ഇത്രേ കോടിക്കണക്കിന് ജനങ്ങളുടെ കാര്യങ്ങൾ കർത്താവിൻ്റെ കൈകളിൽ കൂടെ പോകുമ്പോൾ 2 പേരുടെ കൂടെ സമയം കണ്ടെത്തി കൂടെ വന്ന് അവരുടെ വിഷയങ്ങളെ സോൾവ് ചെയ്ത് അവസാനം വന്ന് നിർത്തിയിട്ട് പറയുക, ഞാൻ നിന്റെ കൂടെ നടന്നാൽ നിന്റെ കണ്ണ് തുറക്കാം. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ഇതിനകത്ത് ഈ ദൈവ പൈതലേ, ഇതാ എൻ്റെ കർത്താവിൻ്റെ ഉദ്ദേശം. അവൻ്റെ വരവിന് മുന്നമേ
പലരുടെയും കണ്ണ് തുറക്കണം. കാണാമറയത്ത് കിടക്കുന്ന വിഷയങ്ങൾ, കടലിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന വിഷയങ്ങൾ, ആകാശമണ്ഡലങ്ങളിൽ വിരിമറിച്ച് കിടക്കുന്ന വിഷയങ്ങൾ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം പ്രശ്ന സങ്കീർണമാകുന്ന അനുഭവങ്ങളിൽ ഹല്ലേലൂയ, ദൈവമേ എൻ്റെ കൺഫ്യൂഷൻ മാറ്റി എൻ്റെ കണ്ണിനെ തുറന്നു. എൻ്റെ മുഖം മാടിയ വിഷയത്തിന്മേൽ എൻ്റെ കണ്ണിനെ തുറന്നു. എനിക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തന്ന് എനിക്ക് അറിവ് തന്നു. എനിക്ക് അറിവുള്ള കാര്യങ്ങൾ തെറ്റാണെന്ന് എന്നെ പഠിപ്പിച്ചു. എൻ്റെ പ്രശ്നങ്ങളിൽ അവൻ കയറി ഇടപെട്ടു. ഇന്ന് പകൽക്കാലം ഓർത്തോ, ഈ 10 ചിന്തകൾ ഇന്ന് പകൽ നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ പകരുന്നതിന്റെ കാരണം നിന്റെ കണ്ണു തുറക്കാനാ. ദൈവത്തിലെ ആരാധന നല്ലതാ, കൈയടി നല്ലതാ, താളമേളങ്ങളൊക്കെ നല്ലതാ, പക്ഷെ നിന്റെ കണ്ണും തുറക്കണം. എനിക്കൊരു ദൈവമുണ്ട്, എൻ്റെ യാത്രയിൽ അവൻ കൂടെയുണ്ട്, എൻ്റെ വേദനയിൽ അവൻ കൂടെയുണ്ട്, എൻ്റെ ഭാരങ്ങളിൽ അവൻ കൂടെയുണ്ട്. നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരുത്താത്ത കർത്താവ്, മറുപടി തരുന്ന ദൈവം. അവരുടെ കൺഫ്യൂഷൻ എല്ലാം മാറി കേട്ടോ, അവരുടെ കൺഫ്യൂഷൻ മാറി. അടുത്ത വചനം വായിച്ച്. ഉടനെ കണ്ണു തുറന്നു. അടുത്ത അവര് പറയുന്നത് കണ്ടോ, കർത്താവ് അവിടുന്ന് കൂടെ ചേർന്നപ്പം തൊട്ട് ഇവർക്ക് എന്തോ ഇല്ല, സമാധാനമില്ല. ഹൃദയം ഉള്ളിക്കിടന്ന് ഇങ്ങനെ കത്തുവാണ്. ഹൃദയം ഉള്ളിക്കിടന്ന് കത്തണമെങ്കിൽ കർത്താവിൻ്റെ കൂടെ നടക്കണം കേട്ടോ. കർത്താവിൻ്റെ കൂടെ നടന്നാൽ നിന്റെ ഹൃദയം കത്തും. ആരാധന വളരണേ, പ്രാർത്ഥനയൊന്ന് വളരണേ, കുടുംബ പ്രാർത്ഥനയിലൊന്ന് വളർന്നേ. ഈ ദിവസങ്ങളിൽ മെയ് മാസം 5-ാം മാസത്തിലേക്ക് കയറി. ഓരോ കലണ്ടർ ഞാൻ തിരിച്ചിടുമ്പോൾ ഞാൻ ഓർക്കുക, എത്രയോ പെട്ടെന്ന് മാസങ്ങൾ 5 മാസം പോയതല്ലേ. എത്രയോ പെട്ടെന്ന് 5 മാസം പോയത്. ഈ 5 മാസങ്ങളിലേക്ക് നോക്കി, എവിടെയാണ് നിൻ്റെ കണ്ണടഞ്ഞിരിക്കുന്നത്? ജോലി നല്ലതാ കേട്ടോ, ദൈവമക്കളെ വീണ്ടും വീണ്ടും പറയുക. എൻ്റെ കുടുംബം ജോലി ചെയ്യുന്നതാ, എനിക്ക് ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഞാൻ ചെയ്യുന്ന ആളാണ്. പക്ഷേ നമ്മുടെ കണ്ണ് എവിടെ തുറക്കട്ടെ എന്ന് പകൽ മനസ്സിലാക്കിക്കോ. അവരുടെ കണ്ണിനെ തുറന്നു, അവരെ അനുഗ്രഹിച്ചു. അവരുടെ വാടിയ മുഖം മാറി. ഇപ്പം വാടിയ മുഖമൊക്കെ അങ്ങ് മാറി, പിന്നെ വാടിയിട്ടില്ല അവരുടെ മുഖം. വാടാത്തതിൻ്റെ കാരണം എന്നാ? കൂടെ നടന്നവൻ ആരാണെന്ന് തെളിഞ്ഞു. കൂടെ നടക്കുന്നത് ആരാണെന്ന് തെളിഞ്ഞാൽ പിന്നെ നിനക്ക് വാടിയ മുഖം ഉണ്ടാകരുത്. നമ്മുടെ ആരാധന ഇന്ന് വന്ന് ആരെങ്കിലും അടുത്ത് വന്നിരുന്നാൽ, വാടിയ മുഖത്തോട് ഇരുന്നാൽ, അടുത്ത ആഴ്ച ആ വ്യക്തിയുടെ കൂടെ പോയി ഇരിക്കരുത് കേട്ടോ. ഇന്ന് ഇത്രയും വചനം കേട്ടിട്ട് വീണ്ടും മുട്ടക്കച്ചവടത്തിൽ നഷ്ടം വന്നവർ ഇരിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച ആ വ്യക്തി അടുത്ത് പോയി ഇരിക്കരുത്. നിന്റെ അനുഗ്രഹത്തിന് തടസ്സം അത്. മാറിയിരുന്നോണം. ചിലരുടെ ഇടുപ്പ് കണ്ട പണ്ട് ഞാൻ പറഞ്ഞ പോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കുടുംബത്തിന്റെ കണ്ണ് തുറന്നോ, തലമുറയുടെ കണ്ണ് തുറന്നോ, സഭയുടെ കണ്ണ് തുറന്നോ. കാരണം നമ്മുടെ കർത്താവ് വരാൻ സമയമായി. നമ്മുടെ കണ്ണുകൾ ദൈവസ്ഥലടയ്ക്കാം, ഹൃദയങ്ങളെ ദൈവസ്ഥലിലേക്ക് ഏകാഗ്രമാക്കാം. കർത്താവേ,